ശിവപ്രസാദ്, ഒരുപക്ഷേ ഒരു മുൻവിധി ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതിൽ വിശ്വംഭരൻ ബന്ധു അടക്കം പറഞ്ഞ് വിനീത വിജയൻ അടക്കം ചൂണ്ടിക്കാട്ടിയത് ഒരു പ്ലാന്റ് മരണൻ്റെ സ്വഭാവമുണ്ട്, അത് നേരത്തെ തന്നെ കരുതി കൂട്ടിയിരുന്നതാണ്, ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കൊലപാതകമാകാതെ തോന്നുന്നു എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വരാം. ഏതായാലും ഒരു മുൻവിധി നിതിൻ രാജിൻ്റെ കേസിൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് എന്താണ് ഈ മരണത്തിൻ്റെ കൃത്യമായ ആധാരമെന്ന് പുറത്തു വരേണ്ടത്. പക്ഷേ നിലവിൽ നിതിൻ്റെ അമ്മയുൾപ്പെടെ മറ്റു ബന്ധുക്കളും ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്നും പൊതുവായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ നിതിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് അത് ആത്മഹത്യയാണെങ്കിലും ഇപ്പോൾ ബന്ധുക്കൾ സംശയിക്കുന്നത് പോലെ മറ്റേതെങ്കിലും തലത്തിൽ ഒരു കൊലപാതകമാണെങ്കിൽ കൂടിയും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അവിടെ ആ ക്യാമ്പസിൽ ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമ്മുടെ മുന്നിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചില്ല. ഇനി മറ്റെന്തുകൊണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ സാമ്പത്തികമായ ബാധ്യതയുടെ പേരിലുള്ള സമ്മർദ്ദങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരു വശത്തുണ്ടാകുമ്പോൾ തന്നെയും ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന വിവേചനങ്ങൾ ആ കുട്ടി നേരിട്ടതാണ് എന്നിപ്പോൾ അനുഭവങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് സ്വാഭാവികമായി നമുക്ക് മായ്ച്ചു കളയാൻ കഴിയുന്നതല്ലല്ലോ. ഇനി മറ്റെന്ത് സമ്മർദ്ദം ആ കുട്ടിക്കുണ്ട് എന്ന് നാം വാദിച്ചാലും അല്ലെങ്കിൽ ആര് വാദിച്ചാലും ആ സമ്മർദ്ദങ്ങൾക്കെല്ലാം അപ്പുറമാണ് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന വിവേചനം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലില്ല. അവിടെയാണ് ഈ ചർച്ച കേന്ദ്രീകരിക്കേണ്ടതും അന്വേഷണം മുന്നോട്ട് പോകേണ്ടതും. ആ കുട്ടിക്ക് ആ ക്യാമ്പസിൽ നേരിടേണ്ടി വന്ന വിവേചനങ്ങൾ, സമാനമായ നിലയിൽ അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്ക് കാരണക്കാരനായി ഇന്ന് ആരോപിക്കപ്പെടുന്ന അധ്യാപകൻ, ഇവിടെ മറ്റു പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും ഗൗരവതരമായൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡർ ഒരു 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 സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് വേണമെങ്കിൽ ആരോപിക്കാൻ കഴിയുന്ന ഒരു കൊലപാതകം എന്ന് തന്നെ സംശയിക്കാൻ കഴിയുന്ന ഒരു ആത്മഹത്യ അവിടെ ഉണ്ടാകുമ്പോൾ ആ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിയെ പോലും പറഞ്ഞയക്കാനുള്ള മനുഷ്യത്വപരമായ സമീപനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ, അവിടുത്തെ പ്രിൻസിപ്പൾ ഇന്ന് പല മാധ്യമങ്ങൾക്കും നൽകിയ പ്രതികരണം ഞാൻ കണ്ടു. ഒരു പരാതിയും ഞങ്ങൾക്ക് മുന്നിൽ അധ്യാപകനെ സംബന്ധിച്ച് മുൻപ് ലഭിച്ചിട്ടില്ല എന്നതാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തതായി നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉൾപ്പെടെ വരുമ്പോൾ, വലിയ പ്രതിഷേധ സമരങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകുമ്പോൾ ആ സമരങ്ങളെല്ലാം കണ്ടതിൻ്റെ ധൈര്യത്തിൽ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന് സംസാരിച്ച മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ച വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇതേ അധ്യാപകനെതിരെ മുൻപും പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ്. വിദ്യാർത്ഥികളെ വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ, അവരുടെ ആകാരഭംഗിയുടെ പേരിലെല്ലാം കളിയാക്കിയതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. തലയ്ക്കടിച്ചു എന്ന് പരാതി വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുണ്ട്. മുടിയിൽ പിടിച്ചു വലിച്ചു, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ അടുപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ഗൗരവതരമായ പരാതികൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ അധ്യാപകനെതിരെ കൊടുത്തു എന്ന് ഇപ്പോൾ തുറന്നു പറയുമ്പോൾ ആ പരാതികൾക്ക് മുന്നിൽ മൗനം പാലിച്ച അവിടുത്തെ പ്രിൻസിപ്പളും ഈ കേസിൽ ഉത്തരവാദിയാണ്, പ്രതിയാണ്, ഒരു സംശയവും വേണ്ട. ഇതെല്ലാം അറിഞ്ഞിട്ടും തങ്ങളുടെ കൂട്ടത്തിലൊരു അധ്യാപകൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു, ആക്രമിക്കുന്നു, ഭീതി ജനകമാകുന്ന നിലയിൽ ഇടപെടുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും തൻ്റെ സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ നിശബ്ദത പാലിച്ച അവിടുത്തെ മുഴുവൻ അധ്യാപകരും ഈ കേസിൽ ഉത്തരവാദികളാണ്, ഈ കേസിൽ പ്രതിയാണ്. അവിടുത്തെ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമുണ്ട്, അവിടുത്തെ മറ്റ് മുഴുവൻ അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവരെല്ലാം ഈ പരാതികൾ ഉയർന്നു വന്ന എല്ലാ ഘട്ടത്തിലും നിശബ്ദമായോ അല്ലാതെയോ ഈ പരാതിക്കാരനെ അല്ലെങ്കിൽ ഈ പരാതിക്ക് അടിസ്ഥാനപരമായ ഈ ചെയ്തികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ലെങ്കിൽ ഇവർക്ക് മുൻകൂട്ടി നടപടിയെടുക്കാൻ കഴിയുമായിരുന്നു. പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ അധ്യാപകർ അവിടെ ആ അഞ്ചരക്കണ്ടി കോളേജിലെ അധ്യാപകർ അവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ക്വാളിറ്റി അല്ല അവർ പരിശോധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വരുന്ന വിദ്യാർത്ഥിയുടെ ജാതി എന്ത്, അവിടെ വരുന്ന വിദ്യാർത്ഥിയുടെ നിറം എന്ത്, അവിടെ വരുന്ന വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ അമ്മയുടെ ജോലി എന്ത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കള്ളികളായി തിരിക്കുന്ന ആ പ്രക്രിയയാണ് ആദ്യം അവിടെ നടത്തിയിരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണത്തിൽ നമ്മളൊക്കെ കരുതുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് രംഗത്തെ മികവായിരിക്കും, ഏത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുപരിയായി ആ സ്ഥാപനത്തിൽ നടന്നത് ഇത്തരം പരിശോധനകളാണ്. അവൻ്റെ ജാതി, അവൻ്റെ നിറം, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജോലി, അവൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ ഒരു ഗൗരവതരമായ പ്രശ്നം ഇന്ന് കേരളത്തിലുമുണ്ട്, രാജ്യത്ത് പൊതുവാകെയുമുണ്ട്.
ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനുമായി തർക്കത്തിൽ ഏർപ്പെട്ടാൽ, ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് പറയുന്നത്, ചിലപ്പോൾ എൻ്റെ ഭാഗത്തോട് വിയോജിപ്പുള്ളവർ ഈ ചർച്ച കാണുന്നവരുണ്ടാവും, എൻ്റെ സഹപാഠികളിൽ പക്ഷേ ഉണ്ടാവും. പക്ഷേ ഒരു വിദ്യാർത്ഥിയും അധ്യാപകനുമായി ഏത് വിഷയത്തിലായിക്കോട്ടെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതുവായ മാനസികാവസ്ഥ എന്താണ്? ആരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ തയ്യാറാവുക? പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് നിരുപാധികം അധ്യാപകനൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കുട്ടി ആ തർക്കം ഉന്നയിക്കാനുള്ള കാരണമെന്നോ, അല്ലെങ്കിൽ അധ്യാപകൻ നേരിട്ടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ അധ്യാപകൻ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചോ പലപ്പോഴും ആദ്യഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ആ ഗൗരവത്തിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നത് നമ്മളൊരു പ്രജുഡിസ്ഡ് മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം കൂടിയാണ് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഈ മൈൻഡ് സെറ്റാണ്, രണ്ട് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതികളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്തും രാജ്യത്താകെ എമ്പാടും UGC ആണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണമായി പരിവർത്തനം സാധ്യമായിട്ടില്ല. UGC ആണ് ഇപ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പുറപ്പെടുവിപ്പിക്കുന്നതും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ NMCക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. UGCയുടെ ഗൈഡ് ലൈൻസ് പരിശോധിച്ചാലും NMCയുടെ ഗൈഡ് ലൈൻസ് പരിശോധിച്ചാലും നിലവിൽ ഇത്തരം വിവേചനങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ പരാതികൾ ഉയർത്തുന്നതിനും ആ പരാതികൾ ഉയർന്നു വന്നാൽ ആ പരാതികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റകരമായ സാഹചര്യങ്ങളിൽ കുറ്റകരങ്ങൾ കണ്ടെത്തിയാൽ നിയമപരമായി നടപടി സ്വീകരിക്കുന്നതിനും ഗൗരവതരമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല എന്നത് വളരെ ഗൗരവത്തോടെ നാം കണ്ടതാണ്. ഇപ്പോൾ 2025 അവസാനത്തോടു കൂടിയാണ് പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻ ആക്ട് UGC മുന്നോട്ട് വെക്കുന്നത്. ആ ആക്ട് മുന്നോട്ട് വെക്കാൻ UGC തയ്യാറാവുന്നത് പോലും 2016 മരിച്ച രോഹിത് വെമുലയുടെയും 2017 ശേഷം മരിച്ച പായൽ തഡ്വി എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളും രാജ്യത്തെ പുരോഗമന സ്വഭാവമുള്ള സംഘടനകളും ചേർന്ന് ഏതാണ്ട് 8 വർഷക്കാലം രാജ്യത്തിന് സുപ്രീം കോടതി നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. ആ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായി 2025 അവസാനം 2026 ഈ ആക്ട് രാജ്യത്ത് പുറത്തിറക്കപ്പെടുമ്പോൾ ഈ രാജ്യത്താകെ സൃഷ്ടിക്കപ്പെട്ട കോലാഹലം ഞാനും നിങ്ങളും കണ്ടതല്ലേ. ഇതിനിപ്പോൾ മുതലക്കണ്ണീര് പൊഴിക്കുന്ന ചില ആളുകളെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നല്ല കാര്യം, അവരുടെ ഇപ്പോഴത്തെ നിലപാടിനെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ രാജ്യത്തുടനീളം അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? അതും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ന്യായമായി രാജ്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതും കൂട്ടിച്ചേർത്ത് നാം ആലോചിക്കേണ്ടതല്ലേ? ഈ ആക്ട് UGC കൊണ്ടുവരുമ്പോൾ രാജ്യത്തുണ്ടായ പ്രക്ഷോഭങ്ങൾ എന്താണ്? സ്വാഭാവികമായി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി SC ST OBC വിദ്യാർത്ഥികൾ ഇന്ന് നേരിടുന്ന വിവേചനങ്ങളെ ലഘൂകരിക്കുന്നതിനും അത് അഡ്രസ്സ് ചെയ്യുന്നതിനും വേണ്ടി ഒരു സമിതി രൂപീകരിക്കുമ്പോൾ ഒരു നിയമം, ഒരു ആക്ട് അത് കൂടുതൽ കർശനമായി നടപ്പിലാക്കണമെന്ന് UGC നിർദ്ദേശിക്കുമ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നത്? നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കണക്കുണ്ട്. ഞാൻ ആ കണക്കൊന്ന് പറയാം. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഈ രാജ്യത്തെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ 118.4% രാജ്യത്തെമ്പാടും വർണ്ണ ജാതി വിവേചനങ്ങളുടെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ വർധനയുണ്ടായതെന്ന് ഗൗരവത്തോടെ നാം കണ്ടത്. രാജ്യത്തെ സ്ഥിതിയാണ്, 5 വർഷത്തെ കണക്കാണ്. 2019-20 173 കേസ്, 2020-21 182, 2021-22 186, 2022-23 241, 2023-24 378. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, വുമൺ, ചിൽഡ്രൻ, യൂത്ത് ആൻഡ് സ്പോർട്സ് അതിൻ്റെ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇത്രയേറെ വലിയ കണക്ക് ഈ രാജ്യത്ത് പുറത്തു വരുമ്പോൾ, ഇത്രയേറെ പരാതികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയേറെ പരാതികൾ ഉയർന്നു വരുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് 108ഓളം പരാതികൾ ഉയർന്നു വന്നതിൽ പെൻഡിങ് ആയി UGCയിലും മറ്റ് സർവകലാശാലകളിലും മാറ്റിവെക്കപ്പെട്ട് നിൽക്കുകയാണ്. പരാതി പറഞ്ഞവർക്ക് രക്ഷയില്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു. പരാതി പറഞ്ഞവരെ കേൾക്കുന്നില്ല, അവരുടെ പരാതി പരിഹരിക്കപ്പെടുന്നില്ല. പരിഹരിക്കപ്പെടുന്നത് പോലും നിസ്സാരമായ ഒത്തുതീർപ്പുകളിലേക്ക് ഈ ജാതി വിവേചനങ്ങൾ എത്തിപ്പെടുന്നു എന്നത് രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയാണ്. അവിടെയാണ് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത് കൂടുതൽ കർശനമായ നിയമം വേണം. അങ്ങനെ നിർദ്ദേശിക്കപ്പെടുമ്പോഴും അങ്ങനെ നിയമം നടപ്പിലാക്കാൻ രാജ്യം തീരുമാനിക്കപ്പെടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ നിയമത്തിനെതിരെ ABVP ഉൾപ്പെടെ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ച അത്ഭുതത്തോടെ രാജ്യം കണ്ടതല്ലേ. ഡൽഹി സർവകലാശാലയിൽ രോഹിത് ആക്റ്റും അതോടൊപ്പം തന്നെ ഈ UGC ഗൈഡ് ലൈൻ ഫോർ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി റെഗുലേഷൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിലേക്ക് ഇടിച്ചു കയറി പ്രശ്നമുണ്ടാക്കി സംഘർഷമുണ്ടാക്കാൻ ABVPയുടെയും സംഘപരിവാറിൻ്റെയും ഗുണ്ടകളും അക്രമകാരികളും എത്തുന്ന കാഴ്ച കേവലം മാസങ്ങൾക്ക് മുമ്പല്ലേ ഇന്ത്യ കണ്ടത്. അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലേ, ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഇതിനെ ജാതിവെറിക്ക് വിധേയനാക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥ തയ്യാറാക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? ഇതേ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ABVPക്കാരിൽ ഒരു പെൺകുട്ടി രാജ്യത്തിന് മുന്നിൽ
ഈ അക്രമകാരികളുടെ ഇടയിൽ നിന്ന് വിളിച്ചൊരു മുദ്രാവാക്യം ബ്രാഹ്മൺവാദ് സിന്ദാബാദ് എന്നായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു വിദ്യാർത്ഥി രാജ്യത്ത് UGC കൊണ്ടുവന്ന പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെതിരെ വിളിക്കുന്ന മുദ്രാവാക്യം ബ്രാഹ്മൺവാദ് സിന്ദാബാദ് എന്നാണ്. ആരാണ് ഈ മുദ്രാവാക്യത്തിന് സൃഷ്ടാക്കൾ? ആരാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രയോക്താക്കൾ? ആരാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രചാരകർ? ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രചാരകർ തന്നെയാണ് ഈ സമത്വത്തെ ഭയപ്പെടുന്നവർ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇനി കൊണ്ടുവന്ന ആക്ട് തന്നെ പൂർണ്ണമാണോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലും SC/ST സെല്ലും ക്യാമ്പസുകൾ വികസിപ്പിക്കണം എന്ന് നേരത്തെ ഉണ്ട് ഈ പ്രക്രിയകളെല്ലാം, എങ്കിലും കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ അടിസ്ഥാനപരമായ നേതൃത്വം ആരാണ്? ഇപ്പോഴത്തെ ആക്ട് പോലും മുന്നോട്ട് വെക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ നേതൃത്വം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവണമെന്നാണ്. എങ്ങനെയാണ് വൈസ് ചാൻസലർ നിയമിക്കപ്പെടുന്ന രാഷ്ട്രീയ അന്തരീക്ഷമെന്ന് ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആരാണ് ഈ വൈസ് ചാൻസലർ നിയമനത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതെന്നും ഈ ബ്രാഹ്മൺവാദ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പ്രയോഗിക്കുന്നവർ തന്നെ ഈ സർവകലാശാലയുടെ അധികാരികളെ നിയന്ത്രിക്കുന്നുവെന്നും ഞാനും നിങ്ങളും കാണുകയല്ലേ? ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ പോലും നീതിയുക്തമല്ലെന്നും നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് വിമുക്തമല്ലെന്നും ആ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മോചനം നേടാത്ത ഈ നിലവിലെ പരാതി പരിഹാര സംവിധാനങ്ങൾക്ക് ഇതിനുൾപ്പെടെയുള്ള വിവേചനം നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ നൽകാൻ കഴിയുന്നില്ല എന്നിടത്തു നിന്നാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ആക്ട് പോലും ദുർബലമാണെന്നും രോഹിത് ആക്ട് തന്നെ, അതായത് സ്ട്രാറ്റജിക്കലായി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, സ്റ്റാറ്റ്യൂട്ടറിയായി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നിയമപരമായ പിൻബലമുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സിനുൾപ്പെടെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു സമിതി നിർബന്ധമായും വേണമെന്ന ചിന്ത, ആവശ്യം രാജ്യത്തുയർന്നു. അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിലേ ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും നിയന്ത്രണമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി മോണിറ്ററിംഗ് ബോഡിക്ക് മാത്രമേ ഇന്ന് ഉയർന്നു വരുന്ന ഈ ജാതി വിവേചനത്തെ നേരിടാൻ കഴിയൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടെ ദുർബലമായ നിയമങ്ങൾക്കെതിരെ പോലും ആ ഒരു സമിതിയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹം, രാജ്യത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത്